പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുന്ന ദിനങ്ങൾ ഇന്നിതാ 10ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന തമ്പുരാൻ്റെ വലിയൊരു കൃപയുടെ വചനം ഇതാണ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 29-ാം തിരുവചനം. നമുക്ക് എഴുതി വയ്ക്കാം. വചനം എല്ലാ ദിവസവും എഴുതുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും നമ്മൾ വചനം എഴുതണം. ഓരോ ദിവസം വചനം പഠിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. സാധിക്കുന്ന ഒരു നന്മയുടെ പ്രവൃത്തി നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പഠിക്കാനായി കർത്താവ് നൽകുന്ന വചനം യെശയ്യാ പ്രവചനം 40:29. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. തളർന്നവന് ജീവിതത്തിൽ പല മേഖലകളിൽ പരാജയത്തിലൂടെ തളർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ നീ? ഇതാ നിന്റെ ഉദ്യമങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? ബിസിനസ് മേഖലയിൽ ഒരു തളർച്ച, കാർഷിക മേഖലയിൽ അഭിവൃദ്ധിയില്ല, മക്കളെ പഠന മേഖലകളിൽ ഒരു ഉത്സാഹമില്ല, പരാജയമാണ്, ജോലി തടസ്സങ്ങൾ, തളർച്ചയിലൂടെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിൽ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, തളർന്നവന് അവിടുന്ന് ബലം നൽകും. നിന്റെ ഭാരം ദൈവത്തെ ഏൽപ്പിക്കുക, കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് താങ്ങിക്കൊള്ളും. പരിശുദ്ധ അമ്മ ഇതാ അസ്വസ്ഥമായിരുന്ന തകർച്ചയിലേക്ക് പോകുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് അമ്മ ഇതാ കുടുംബത്തിനു വേണ്ടി ഈശോയുടെ സന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ചയുണ്ടോ, ഒരു തളർച്ചയുണ്ടോ, ഒരു പരാജയമുണ്ടോ? ഇതാ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി അങ്ങ് പ്രാർത്ഥിച്ചോ. അമ്മ പറഞ്ഞാൽ ഈശോ നിരസിക്കുകയില്ല. സമയമായിട്ടില്ല എന്നിട്ട് പോലും പരിശുദ്ധ അമ്മ പറഞ്ഞപ്പോൾ ഈശോ ആ ഭവനത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ ഇതാ കർത്താവിൽ നീ ശരണപ്പെട്ടാൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയാൽ, നീ ഇപ്പോൾ കടന്നു പോകുന്ന നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ, പരാജയങ്ങളിൽ, തിക്താനുഭവങ്ങളിൽ ഇതാ ഒരു പുത്തൻ വഴി, ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പ് നിന്റെ ജീവിതത്തിൽ സാധ്യമാകും. നമ്മുടെ പ്രതീക്ഷകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ദർശിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു നിയോഗത്തിന് വേണ്ടി ദിവികാരുടെ സന്നിധിയിൽ നമുക്കൊന്ന് ചേർന്നണയാം. ഇന്നത്തെ എല്ലാ ജീവിതോദ്യമ മേഖലകളെയും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വെച്ച ഭക്തിയോടെ ഈശോയുടെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി നമുക്കായിരിക്കാം. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കരങ്ങൾ കൂപ്പി ഭക്തിയോടെ ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ എല്ലാ ജീവിത മേഖലകളെയും, പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ ആത്മീയ ശുശ്രൂഷയുടെ പ്രാർത്ഥന ചോദിച്ച എല്ലാവരുടെ നിയോഗങ്ങൾ ഇതാ ചേർത്ത് വയ്ക്കുന്നു. പ്രത്യേകമായിട്ട് ഈ നിയോഗങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയുടെ വലിയ കൃപയും അനുഗ്രഹവും എല്ലാവരിലേക്കും ദിവ്യകാരുണ്യ ഈശോയെ പകർന്നു നൽകണമേ എന്ന് വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗം ഇതാ. ഞങ്ങളുടെ തകർച്ചകളിൽ താങ്ങായിട്ട് ദൈവമേ നീ കൂടെ ഉണ്ടാകണമേ. സങ്കീർത്തനം 46-1 തിരുവചനം, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. കർത്താവേ, ഞങ്ങളുടെ ചില സങ്കടങ്ങളുടെ, പരാജയങ്ങളുടെ, വേദനകളുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ നീ നൽകുന്ന ഒരു ആശ്വാസം, അത് ഞങ്ങൾക്ക് വലിയൊരു കരുത്താ, ശക്തിയാ. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു. ഇതാ മുറിവേറ്റവനെ അവിടുന്ന് ചേർത്ത് പിടിക്കുന്നു, സൗഖ്യപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ മേഖലകൾ, ഒത്തിരി പ്രാവശ്യം പല കാര്യങ്ങൾ ചെയ്തിട്ടും വീണ്ടും വീണ്ടും പരാജയങ്ങൾ, തകർച്ചകൾ, ഈ മേഖലകളെയൊക്കെ ദിവ്യകാരുണ്യ ഈശോ നിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ആശ്വാസം നൽകണമേ, പ്രത്യാശ നൽകണമേ,
കരുത്തോടെ ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവൻ ഓടിയാലും തളരുകയില്ല, നടന്നാലും ക്ഷീണിക്കുകയില്ല. ആറ്റുതീരത്ത് നട്ടപ്പെട്ട വൃക്ഷം പോലെ സദാകാലവും അത് ഫലം നൽകിക്കൊണ്ടിരിക്കും. ദൈവമേ, എന്നും നിന്നിൽ ആശ്രയം വെച്ച് പ്രത്യാശയോടെ മുന്നേറുവാൻ, ഇരട്ടി കരുത്തോടെ ദൈവമേ നിന്നോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. നമ്മുടെ തകർച്ചകളെ, പരാജയങ്ങളെല്ലാം ദിവികാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ പുതുജീവൻ നൽകുവാൻ കരുത്തുള്ളവൻ, മരണത്തിനെ പരാജയപ്പെടുത്തി ജീവനിലേക്ക് കടന്നു വന്ന ദിവികാരുണ്യ ഈശോ ഇതാ ഈ അൾത്താരയിൽ. ഈശോയെ, ഞങ്ങളുടെ തകർച്ചകളെ, കുറവുകളെ, പരാജയങ്ങളെ കൃപകളാക്കി, അനുഗ്രഹങ്ങളാക്കി രൂപാന്തരപ്പെടുത്തണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഓർക്കാം. ഇന്നത്തെ ജീവിതത്തിൽ, ഉദ്യമ മേഖലകളിൽ, ജോലി മേഖലകളിൽ, പഠന മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ ഒരു ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ആ ഒരു കൃപയോടെ ഈശോയെ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദിവികാരുണ്യ ഈശോയുടെ കൃപ തെളുമ്പുന്ന ആശീർവാദം നമുക്ക് ഭക്തിപൂർവ്വം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.